പൊതുവെ എല്ലാവരും പൊടിയിട്ട സാമ്പാറാണ് ഉണ്ടാക്കാറ്. എന്നാലും വറുത്തരച്ച സാമ്പാറാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വെജിറ്റബിൾസ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് മുരിങ്ങക്കായ്, വഴുതിന, വെണ്ടക്ക ആൻഡ് തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ്, പൊട്ടറ്റോ, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി. ഈ വെജിറ്റബിൾസിൽ വെണ്ടയ്ക്കയും തക്കാളിയും പൊതുവെ പെട്ടെന്ന് വേവുന്നത് കൊണ്ട് വേറെ തന്നെയാണ് വഴറ്റിയിട്ടാണ് ഇടാറ്. ഇപ്പം ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വേണ്ടത് പരിപ്പ്. ഇപ്പം ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതൊരു പരിപ്പിന് നേർക്ക് 3 വിസിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊരു 2 വിസിലിട്ടതിന് ശേഷം വെജിറ്റബിൾസ് ആഡ് ചെയ്ത് 1 വിസിലും കൂടെ ഇടാം. അങ്ങനെ പരിപ്പിന് മൊത്തത്തിൽ 3 വിസിലും നമ്മൾ വെജിറ്റബിൾസിന് 1 വിസിലും കൂടെ വരും. പിന്നെ വേണ്ടത് പുളി ഇത് വെള്ളത്തിൽ കുതിർത്തതാണ്. പുളി ഇതിലും കുറച്ചധികം വേണം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുളി ആയതുകൊണ്ട് ഇതിന് കുറച്ച് പുളി കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുളിയാണെങ്കിൽ ഇതിലും കുറച്ചുകൂടെ അധികം പുളി എടുക്കണം. നമുക്ക് ഈ പരിപ്പ് ഒരു 2 വിസിലിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം. ഇതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പും മാത്രം ഇട്ടാൽ മതി. പരിപ്പ് ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സെയിം ടൈം നമുക്ക് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. വേണ്ട പൊടികൾ മുളക് പൊടി ഞാൻ ഈ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ആ സ്പൂണിന് കുറച്ചൊരു പകുതിയോളം മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണും പിന്നെ ഒരു 1/2 സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നമുക്കൊന്ന് മൂപ്പിക്കാം. കരിയാതെ ഒന്ന് സൂക്ഷിക്കണം. ജസ്റ്റ് ഒന്ന് കരിയുന്നതിന് തൊട്ട് മുന്നേ ഉള്ള അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തേങ്ങ ഒന്ന് വറക്കണം. അപ്പോൾ തേങ്ങയിലിടേണ്ട കാര്യങ്ങൾ വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ജീരകം, ഉലുവ. ഇത്രയും കാര്യങ്ങൾ തേങ്ങയിൽ എന്തായാലും ഇട്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. നന്നായി മൂപ്പിക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇത്രയും കാര്യങ്ങൾ ഇടാൻ മറക്കരുത്. കാരണം എന്നാലേ നമ്മൾ ആ ഒരു സാമ്പാറിൻ്റെ ആ ഒരു വറുത്തരച്ച സാമ്പാറിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങയുടെ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് വെളിച്ചെണ്ണ കുറച്ച് ആഡ് ചെയ്ത് നന്നായി ബ്രൗണിഷ് ആവുന്നത് വരെ വറുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യാണ്. നമുക്കൊന്നുകൂടെ നന്നായി വറുക്കാം. നമ്മൾ തേങ്ങ ഏകദേശം ആയി വരുന്നുണ്ട്. പരിപ്പ് 2 വിസിലായിട്ടുണ്ട്. അത് അതിന് പ്രഷർ പോകാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മൂപ്പിക്കണം. നമ്മൾ തേങ്ങ ഏകദേശം നന്നായി മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജാറിലേക്ക് മാറ്റാം. എന്നിട്ടൊന്ന് അരച്ചെടുക്കണം. തണിഞ്ഞതിന് ശേഷം മാത്രം അരച്ചാൽ മതി. നമ്മളെ പരിപ്പ് ഇപ്പോൾ 2 വിസിൽ ആയി. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ജസ്റ്റ് മൂപ്പിച്ച് വെച്ച പൊടി ആഡ് ചെയ്യാം. നമ്മൾ മൂപ്പിച്ച് വെച്ച പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുളി അത് നന്നായി പിഴിഞ്ഞിട്ടുണ്ട്. ആ പുളി വെള്ളം കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് പുളി കൂടുതലാണെങ്കിലോ കുറവാണെങ്കിലോ നോക്കിയിട്ട് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. ഇനി നമ്മളെ വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്യാം. എല്ലാ കഷ്ണങ്ങളും ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്.
ഒരു വിസിലിട്ടതിന് ശേഷം നമ്മൾ തന്നെ അതിൻ്റെ പ്രഷർ കളയണം, അല്ലാതെ അത് കംപ്ലീറ്റ് പോകാൻ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും. അതുകൊണ്ട് ഒരു വിസിലിട്ട് നമ്മൾ തന്നെ അതിൻ്റെ പ്രഷർ കളയാം. കുറച്ചുകൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു വിസില് വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം. കുക്കർ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെജിറ്റബിൾസ് ഒക്കെ വെന്തതിന് ശേഷവും പുളിവെള്ളം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോഴായാലും എന്തായാലും കുഴപ്പമില്ല. നമ്മൾ തേങ്ങ തണിഞ്ഞിട്ടുണ്ട്, നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ അരവായിട്ടുണ്ട്, അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഒരു വിസിലായിട്ടുണ്ട്. ഇനി ഈ വിസിൽ നമ്മൾ തന്നെ പ്രഷർ കംപ്ലീറ്റ് കളയണം, അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് നന്നായി ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പ്രഷർ കംപ്ലീറ്റ് കളഞ്ഞിട്ട് കുക്കർ തുറന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അരവൊഴിച്ച് തിളപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ കുക്കറിൽ നിന്ന് ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് വെജിറ്റബിൾസ് ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിക്കണം. പിന്നെ ഇപ്പോൾ പുളി കുറവാണ്, അതുകൊണ്ട് നമുക്ക് ബാക്കി നമ്മൾ പിഴിഞ്ഞ് വെച്ച് നേരത്തെ ഒഴിച്ചതിൽ ബാക്കിയുള്ള ആ പുളി ആഡ് ചെയ്യാം. പുളി ആഡ് ചെയ്തു. പിന്നെ അരപ്പൊഴിക്കാം. അരവൊഴിച്ചിട്ടുണ്ട്. ഇനി അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന വിധത്തിൽ വെള്ളം ആഡ് ചെയ്യാം. നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന ടൈമിൽ സാമ്പാർ പൊടിയും കായത്തിൻ്റെ പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി കായം കട്ടയായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് നമ്മൾ തേങ്ങ വറക്കുന്ന ടൈമിൽ കായം ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് അലിയില്ല. അപ്പോൾ നമ്മൾ പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടി ആഡ് ചെയ്യാണ്. ഒരു ഒന്നര സ്പൂൺ ആഡ് ചെയ്യാണ്. നെക്സ്റ്റ് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യാണ്. കായത്തിൻ്റെ പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യാം. സാമ്പാർ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും ആഡ് ചെയ്യാണ്. സാമ്പാർ നന്നായി തിളച്ച് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. വറുത്തിടാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കടുക് ആഡ് ചെയ്യാം. പിന്നെ ഉലുവ, ഇടട്ടെ. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ വറ്റൽമുളക് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. കടുക് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് സാമ്പാർ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ഒഴിക്കാം. നമ്മൾ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി എപ്പോഴും സാമ്പാർ ഇപ്പോൾ രാവിലെ ആക്കിയാലും ഉച്ചയൊക്കെ ആകുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം. അപ്പോൾ ഈ വറുത്തരച്ച സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.